അവസാനം ഇന്ത്യ തീരുമാനത്തിലോട്ട് അടുത്തു. അതായത് റഷ്യൻ ക്രൂഡ് വേണ്ട എന്ന നിലപാടിലേക്ക് ഇന്ത്യ മാറി. ഇതല്ലേ ഞാൻ ഡേ 1 ഓൺവേർഡ്സും നിങ്ങളോട് പറയുന്നത്, ഇന്ത്യ മാറും. ഈ സോഷ്യൽ മീഡിയയും ഈ പറയുന്ന BJPയുടെ പല നേതാക്കളും, അതായത് ക്യാബിനറ്റുള്ളവർ, ഈ ജയശങ്കറൊക്കെ വളരെ സൈലൻ്റായി. UN ജനറൽ അസംബ്ലിയിൽ ഈ ജയശങ്കർ പോലും പറയുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ അമേരിക്കക്കെതിരെ ഒറ്റ വാക്കുകൾ മിണ്ടിയില്ല. കൃത്യമാണ്, ഇന്ത്യക്ക് അമേരിക്കയും യൂറോപ്പിനെയും മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു. എന്താണ് മാർക്ക് റൂട്ടെ? നേറ്റോയുടെ ബോസാണ്, നേറ്റോയുടെ തലവനാണ്. നേരത്തെ അദ്ദേഹം ഡച്ച് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം എന്താ പറയുന്നറിയോ? അതായത് CNN കൊടുത്ത ഇൻ്റർവ്യൂ അമൻ പോൾ UN ജനറൽ അസംബ്ലിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിന് താക്കീത് കൊടുത്തിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ വാർ നിർത്തിയില്ല എങ്കിൽ അത് സ്ട്രാറ്റജി എന്താണെന്ന് അറിയണം. ഇല്ല എങ്കിൽ ഞങ്ങൾ തീരുമാനമെടുക്കും. അതായത് ഇന്ത്യ തീരുമാനമെടുക്കും, റഷ്യയുടെ കയ്യിൽ നിന്നും ക്രൂഡ് ഫർദർ ഇനി വാങ്ങില്ല. അതേപോലെ തന്നെ ഇന്ത്യ ആവശ്യപ്പെട്ടു അമേരിക്കയോട്, യൂറോപ്യൻ രാജ്യങ്ങളോടും. അതായത് ഇന്ത്യയെ അനുവദിക്കണം വെനീസുല, അതേപോലെ ഇറാൻ, അവിടെ നിന്നും ക്രൂഡ് വാങ്ങാൻ. അമേരിക്ക ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.